തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാധാനം ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമാധാനം ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് 370 എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അതും കൂടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ വിവിധ വശങ്ങളിലേക്ക് ഇത് പോകേണ്ടി വരും. മൾട്ടി ഫേസഡ് ആണ്. അതിൽ ഈ പറയുന്ന സുരക്ഷാ വീഴ്ച ഒരു ഘടകമാണ്. പക്ഷേ അതിനെ മറപിടിച്ച് ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദത്തിന്റെ പിന്നിലുള്ള മതത്തെയും അതിനെയൊക്കെ അങ്ങ് വെളുപ്പിക്കാം എന്നും കൂടി ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. ഓരോ ഭാഗത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് ഇവിടെ പറഞ്ഞിരിക്കും. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ നിയാസിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ മുൻഗണന ഏതിനാണ് കൊടുക്കേണ്ടത് എന്നതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് കേരളത്തിലാണ് അത് കൂടുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് ആവശ്യമില്ലാതെ കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഇലക്ഷനാണ്, അതിന്റെ പിന്നിൽ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്. അത് മുസ്ലിം സമൂഹത്തിലെ പലരുമാണ് ചെയ്യുന്നത്. അവരത് ചെയ്യരുതെന്നുള്ളതാണ് അഭ്യർത്ഥന. രണ്ട്, അവരത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായ് അടക്കം ഇസ്ലാം മതമാണ് പിന്നിലെന്നും ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവുമാണ് ഇതിന്റെ പിന്നിലെന്നും പറയുമ്പോൾ അവരതിനുള്ള ഡിഫൻസ് എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് ഈ വിഷയത്തിൽ. കാര്യം അവരാണ് മുൾമുനയിൽ നിൽക്കുന്നത്, അവരാണ് ചോദ്യശരത്തിന് നിൽക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ മീഡിയ വൺ ചാനലിലെ വളരെ ബഹുമാനത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞു, അവരുടെ ഫ്രണ്ട് പേജിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ 2020 ഒരു ആർട്ടിക്കിളാണ്. ഏതോ ഒരു BJP നേതാവ് IT സെല്ലിന്റെ ഭാഗമായിട്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, തീവ്രവാദികൾക്ക് ആയുധമെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം, മാറ്റണം. അത് തെറ്റിദ്ധാരണയുണ്ടാക്കും. ഇത് ഒരു മുസ്ലിം മനസ്സ് ചെയ്യുന്നത് അവർക്ക് അരക്ഷിത ബോധം തോന്നുന്നതുകൊണ്ടാണ്. അതായത് ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിമും മുസ്ലിമിന്റെ ആൾക്കാരും അവരുടെ കിതാബുമാണെന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കുന്നതാണ്. നമുക്ക് സത്യസന്ധമായി അറിഞ്ഞൂടെ? ഇനി മൂന്ന്, ആരിഫ് ഭായിയോട് അടക്കമുള്ള ചോദ്യം. എനിക്ക് ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അതായത് കാശ്മീരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ? അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് വളരെ ഒബ്വിയസ്ലി മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗ്ഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാൽ പോരെ? സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാൽ പോരെ?